എല്ലാവർക്കും നമസ്കാരം. PSC പഠിതാക്കളുടെ ഗവൺമെന്റ് ജോലി എന്ന സ്വപ്നം എളുപ്പത്തിൽ സാക്ഷാത്കരിക്കാൻ കഴിയുന്ന ഒരു പരീക്ഷയാണ് ഏപ്രിൽ 18 നടക്കുന്ന അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസറുടെ പരീക്ഷ. ആ പരീക്ഷയ്ക്ക് ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് അതിലെ സ്പെഷ്യൽ ടോപ്പിക്കിലെ 20 മാർക്കാണ്. അതിൽ നിന്ന് തന്നെ 5 മാർക്ക് വരുന്നത് ദേശീയ മനുഷ്യാവകാശ സംരക്ഷണ നിയമത്തിലെ 5 മാർക്ക് നമുക്ക് വീഡിയോയിലൂടെ ഉറപ്പാക്കാം എന്ന് ഞാൻ നിങ്ങൾക്ക് ഉറപ്പു തരുന്നു. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. മനുഷ്യാവകാശ സംരക്ഷണ നിയമം എന്ന ടോപ്പിക്കിലെ മോക്ക് ടെസ്റ്റിന്റെ ആദ്യ ഭാഗമാണ് നാം ഇന്നിവിടെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. മനുഷ്യാവകാശ സംരക്ഷണ നിയമം പ്രാബല്യത്തിൽ വന്നത് എന്ന്. മനുഷ്യാവകാശ സംരക്ഷണ നിയമം പ്രാബല്യത്തിൽ വന്നത് എന്ന്. ഉത്തരം ഓപ്ഷൻ എ 1993 സെപ്റ്റംബർ 28. അടുത്ത ചോദ്യം, മനുഷ്യാവകാശ സംരക്ഷണ നിയമത്തിൽ ഉൾക്കൊള്ളുന്നത്. മനുഷ്യാവകാശ സംരക്ഷണ നിയമത്തിൽ ഉൾക്കൊള്ളുന്നത്. ഉത്തരം ഓപ്ഷൻ ബി 8 അധ്യായങ്ങളും 43 സെക്ഷനുകളും. അടുത്ത ചോദ്യം, മനുഷ്യാവകാശ സംരക്ഷണ നിയമം ഇതുവരെ എത്ര തവണ ഭേദഗതി ചെയ്തു? മനുഷ്യാവകാശ സംരക്ഷണ നിയമം ഇതുവരെ എത്ര തവണ ഭേദഗതി ചെയ്തു? ഉത്തരം ഓപ്ഷൻ സി 2 തവണ. അടുത്ത ചോദ്യം, ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ രൂപം കൊണ്ടത് എന്ന്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ രൂപം കൊണ്ടത് എന്ന്. ഉത്തരം ഓപ്ഷൻ എ 1993 ഒക്ടോബർ 12. അടുത്ത ചോദ്യം, ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെ കുറിച്ചുള്ള നിർവചനം ഉൾപ്പെടുത്തിയ സെക്ഷൻ ഏത്? ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെ കുറിച്ചുള്ള നിർവചനം ഉൾപ്പെടുത്തിയ സെക്ഷൻ. ഉത്തരം ഓപ്ഷൻ ഡി സെക്ഷൻ 21C. അടുത്ത ചോദ്യം, അടിസ്ഥാന മനുഷ്യാവകാശങ്ങളെ കുറിച്ചുള്ള നിർവചനം ഉൾപ്പെടുത്തിയ സെക്ഷൻ. അടിസ്ഥാന മനുഷ്യാവകാശങ്ങളെ കുറിച്ചുള്ള നിർവചനം ഉൾപ്പെടുത്തിയ സെക്ഷൻ. ഉത്തരം ഓപ്ഷൻ ബി സെക്ഷൻ 21D. അടുത്ത ചോദ്യം, മനുഷ്യാവകാശ കോടതികളെ കുറിച്ചുള്ള നിർവചനം നൽകിയിരിക്കുന്ന സെക്ഷൻ. മനുഷ്യാവകാശ കോടതികളെ കുറിച്ചുള്ള നിർവചനം നൽകിയിരിക്കുന്ന സെക്ഷൻ. ഉത്തരം ഓപ്ഷൻ സി സെക്ഷൻ 21E. അടുത്ത ചോദ്യം, ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആപ്തവാക്യം. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആപ്തവാക്യം. ഉത്തരം ഓപ്ഷൻ ഡി സർവേ ഭവന്തു സുഖിനഃ. അടുത്ത ചോദ്യം, മനുഷ്യാവകാശങ്ങളുടെ സംരക്ഷകൻ എന്നറിയപ്പെടുന്നത്. മനുഷ്യാവകാശങ്ങളുടെ സംരക്ഷകൻ എന്ന് അറിയപ്പെടുന്നത്. ഉത്തരം ഓപ്ഷൻ എ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ. അടുത്ത ചോദ്യം, ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ താഴെ പറയുന്നവയിൽ ഏതിൽ ഉൾപ്പെടുന്നു? ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ താഴെ പറയുന്നവയിൽ ഏതിൽ ഉൾപ്പെടുന്നു? ഉത്തരം ഓപ്ഷൻ ഡി ഇവ എല്ലാം. അടുത്ത ചോദ്യം, ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിലെ അംഗങ്ങളുടെ എണ്ണം. ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിലെ ആകെ അംഗങ്ങളുടെ എണ്ണം. ഉത്തരം ഓപ്ഷൻ സി 13. അടുത്ത ചോദ്യം, ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിലെ സ്ഥിരം അംഗങ്ങളുടെ എണ്ണം. ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിലെ സ്ഥിര അംഗങ്ങളുടെ എണ്ണം. ഉത്തരം ഓപ്ഷൻ എ 6. അടുത്ത ചോദ്യം, ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ അധ്യക്ഷൻ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ അധ്യക്ഷൻ. ഉത്തരം ഓപ്ഷൻ എ റിട്ടയർഡ് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസോ റിട്ടയർഡ് ജഡ്ജിയോ. അടുത്ത ചോദ്യം, ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിലെ എക്സ് ഒഫീഷ്യോ അംഗങ്ങളിൽ ഉൾപ്പെടാത്തത്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിലെ എക്സ് ഒഫീഷ്യോ അംഗങ്ങളിൽ ഉൾപ്പെടാത്തത് ആര്? ഉത്തരം ഓപ്ഷൻ ഡി രാഷ്ട്രപതി. അടുത്ത ചോദ്യം, ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ രൂപീകരണത്തെയും ഘടനയെയും കുറിച്ച് പ്രതിപാദിക്കുന്ന മനുഷ്യാവകാശ സംരക്ഷണ നിയമത്തിലെ അധ്യായം ഏത്? ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ രൂപീകരണത്തെയും ഘടനയെയും കുറിച്ച് പ്രതിപാദിക്കുന്ന മനുഷ്യാവകാശ സംരക്ഷണ നിയമത്തിലെ അധ്യായം ഏത്?
ഉത്തരം ഓപ്ഷൻ ബി അധ്യായം 2. അടുത്ത ചോദ്യം, ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ രൂപീകരണത്തെയും ഘടനയെയും കുറിച്ച് പ്രതിപാദിക്കുന്ന മനുഷ്യാവകാശ സംരക്ഷണ നിയമത്തിലെ സെക്ഷൻ ഏത്? ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ രൂപീകരണത്തെയും ഘടനയെയും കുറിച്ച് പ്രതിപാദിക്കുന്ന മനുഷ്യാവകാശ സംരക്ഷണ നിയമത്തിലെ സെക്ഷൻ ഏത്? ഉത്തരം ഓപ്ഷൻ സി സെക്ഷൻ 3. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ. ഉത്തരം ഓപ്ഷൻ എ സെക്രട്ടറി ജനറൽ. അടുത്ത ചോദ്യം, ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിലെ സ്ഥിരം അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്ന സമിതിയിൽ ഉൾപ്പെടാത്തത് ആര്? ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിലെ സ്ഥിരം അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്ന സമിതിയിൽ ഉൾപ്പെടാത്തത് ആര്? ഉത്തരം ഓപ്ഷൻ എ രാജ്യസഭ അധ്യക്ഷൻ. അടുത്ത ചോദ്യം, ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിലെ സ്ഥിര അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്ന സമിതിയുടെ അധ്യക്ഷൻ ആര്? ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിലെ സ്ഥിരം അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്ന സമിതിയുടെ അധ്യക്ഷൻ ആര്? ഉത്തരം ഓപ്ഷൻ ബി പ്രധാനമന്ത്രി. അടുത്ത ചോദ്യം, ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിലെ സ്ഥിരം അംഗങ്ങളെ നിയമിക്കുന്നത് ആര്? ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിലെ സ്ഥിരം അംഗങ്ങളെ നിയമിക്കുന്നത് ആര്? ഉത്തരം ഓപ്ഷൻ സി രാഷ്ട്രപതി. അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ പരീക്ഷയിൽ 5 മാർക്കിന് ചോദിക്കുന്ന ദേശീയ മനുഷ്യാവകാശ സംരക്ഷണ നിയമം എന്ന ടോപ്പിക്കിലെ 20 ചോദ്യങ്ങളാണ് ഇന്ന് നമ്മൾ മോക്ക് ടെസ്റ്റായി നൽകിയത്. അതിൻ്റെ നിങ്ങൾക്ക് കിട്ടിയ മാർക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ബാക്കി ചോദ്യങ്ങളുടെ മോക്ക് ടെസ്റ്റ് അടുത്ത വീഡിയോയിൽ അടുത്ത ദിവസം തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അതിനായി ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. ബാക്കിയുള്ള വിഷയങ്ങളുടെ മോക്ക് ടെസ്റ്റും നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും വിജയാശംസകൾ. താങ്ക് യു.